സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ചെന്ന് അതിന്റെ അടിയിലൊക്കെ നന്നായി അതുവരെയുള്ളത് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? 53-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു 53 എന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ 53നെ കെട്ടിപ്പിടിക്കണം എന്നാണ് എന്ത് ചെയ്യുന്ന കിതാബിലുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ അത്തഹിയ്യാത്തിൽ കൈ ഇങ്ങനെ വെക്കും അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കും. അതെന്താ? 53നെ കെട്ടിപ്പിടിക്കുകയാണ്. 53 പറഞ്ഞാൽ 10, 20, 30, 40, 50, 51, 52, 53. 53നെ കെട്ടിപ്പിടിക്കുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെ കുറിച്ച് ഏത് സമയവും ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി ഇവിടുന്ന് ഹിജ്റ പോകുമ്പോ ഇവിടെ നിന്ന് നമ്മൾ സാധാരണ ഗൾഫിൽ പോകും പോലെ പോവുകയല്ല. സ്വന്തം ജനിച്ച നാട്ടിൽ, കുടുംബങ്ങൾ മുഴുവനുമുള്ള നാട്ടിൽ ഒരു നിലക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോവാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോ ഈ 100 ചെറുപ്പക്കാർ റസൂലുള്ളാഹി തങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരും, വെട്ടി അങ്ങ് കൊല്ലണമെന്ന് തീരുമാനിച്ച് കാത്തു നിൽക്കുമ്പോ വരുന്നതാരാ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ്. അവരാകെ വിഷമിച്ചു. അബൂജഹൽ നേരെ ചെന്നത് എവിടെയാണെന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില്. അസ്മാ ബീവി അവിടെ ഉണ്ട്. എവിടെ എന്റെ വാപ്പാന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ അടിയാ. കിതാബിൽ കാണാം, നമ്മൾ പറയില്ല ചെപ്പി പൊട്ടിപ്പോവാന്ന് തന്നെ. ആ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ചെപ്പി പൊട്ടിപ്പോയി. ആ രീതിയിൽ അബൂജഹൽ എന്ത് ചെയ്തു? അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹായെ അടിച്ചു. അങ്ങനെ അവര് പ്രഖ്യാപിച്ചു, ആരെങ്കിലും മുഹമ്മദിനെ കാണിച്ചു തന്നാൽ 100 ഒട്ടകമാണ് അവർക്ക് സമ്മാനം കൊടുക്കുന്നത്. ശത്രുക്കൾ മുഴുവനും, മക്ക മുഴുവനും അരിച്ച് പെറുക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഇതിന്റെ മേലെയും എത്തി. ഇതിന്റെ മേലെ എത്തിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ നിൽക്കുന്ന ഗുഹന്റെ നേരെ മേലെ ഒരു കല്ലുണ്ട്, വലിയ പാറക്കല്ല്. ആ കല്ലുമ്മൽ കേറി നിന്നു ഇവര്. എന്നിട്ട് പറയാണ്, ഇതിലെങ്ങാനുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു റസൂലുള്ളാഹിനോട്, നബിയെ, അവരെങ്ങാനും അവരെ ചെരിപ്പടിക്കാലിന്റെ താഴെ കൂടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളെ കാണൂലേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്താ സിദ്ദീഖേ നിന്റെ വിചാരം? നമ്മൾ രണ്ടാളല്ല, മൂന്നാമത്തെ ഒരാൾ അള്ളാഹുണ്ട്. ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെ അവരവിടെയൊക്കെ നോക്കി അവരെന്ത് ചെയ്തു? മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചുപോയി. അവിടെയാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാല് വെച്ച സ്ഥലത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു പാമ്പ് വന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നൂഹ് നബിയെ, എനിക്ക് അവസാന അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണം. അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? ഒന്ന് ദീർഘായുസ് ഉണ്ടാവണം, 2 എവിടെ പോയാലാ കാണാൻ കഴിയാ? നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ എന്ത് ചെയ്യാ? മക്കയിലേക്ക് പോവാ. മക്കയിൽ സൗർ മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ 3 ദിവസം റസൂലുള്ളാഹി ഉണ്ടാകും. അവിടെ പോയി കാത്തുന്നോ. അങ്ങനെ ആ പാമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുഹയിൽ വന്ന് റസൂലുള്ളാഹിനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പാമ്പ് പുറത്തു വരും. എന്നിട്ട് നോക്കും, ഇല്ല. പക്ഷേ റസൂലുള്ളാഹി വന്ന ദിവസം പാമ്പിന് തല പുറത്തിടാൻ കഴിയുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്ത സങ്കടം കൊണ്ട് കാലൊന്ന് മാറ്റാൻ വേണ്ടി ചെറിയ രീതിയിലൊന്ന് കൊത്തി. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും നീലവർണ്ണമായി വിഷം കയറി. ശക്തമായ വേദന. ആ സമയത്ത് ചിന്തിക്കുന്നു, ഞാനെങ്ങാനും വേദന കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ ഹബീബായ തങ്ങളുടെ ഉറക്ക് നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് അവിടെ എന്ത് ചെയ്തു? അനങ്ങാതൊന്നു. പക്ഷേ ശക്തമായ വേദന കാരണം ഒരു തുള്ളി കണ്ണുനീർ അറിയാതെ റസൂലുള്ളാഹിന്റെ മുഖത്ത് കുറ്റി അങ്ങോട്ടേക്ക് വീണു. റസൂലുള്ളാഹി ഉറക്കം തെളിഞ്ഞ് ചോദിച്ചു, എന്താ ശ്രദ്ധിക്കുന്നവരെ കരയുന്നത്? വിഷയം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുനീരെടുത്ത് പുരട്ടി കുടിക്കാൻ കൊടുത്ത് വിഷമിറക്കി. ആ സംഭവം അവിടെയാണ്. പിന്നെ എവിടെ നിന്നാണ് അവർക്ക് ഭക്ഷണം?
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ഒരു ഉച്ച സമയത്ത് ചോദിച്ചു, റസൂലെ വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് ആ പാറമ്മലുണ്ട് വെള്ളം, അവിടെ പോയി നല്ല വെള്ളമുണ്ട്, അത് കുടിച്ചു വന്നപ്പോ റസൂലുള്ളാഹി ചോദിച്ചു എങ്ങനെയുണ്ട്? പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരവുമുള്ള വെള്ളമാണ്. റസൂലുള്ളാഹി പറഞ്ഞു അത് സ്വർഗ്ഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പൊ കൊണ്ടുവന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന് സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത ഗുഹയാണ് സൗർ ഗുഹ. ഇൻഷാ അല്ലാഹ് കേറാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങോട്ടേക്ക് കേറാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മറ്റൊരു സമയം ഞങ്ങൾ അറിയിക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോ അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഇരുട്ടായാൽ വരും. എന്നിട്ട് പതുക്കെ മലയുടെ ചുറ്റുഭാഗത്ത് നോക്കും. അരയിൽ കെട്ടിയിട്ടാ വരിക ഭക്ഷണം. എന്നിട്ട് അതിന്റെ മേലെ കയറി ഭക്ഷണം കൊടുത്തു പോകും. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു, മോനെ നീ എന്ത് ചെയ്യണം, മക്കയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് രഹസ്യമായി വിവരം തരണമെന്ന്. മകൻ എന്ത് ചെയ്യും, അന്വേഷിക്കും. ഓരോ ദിവസത്തെ വിവരവും ഗുഹയുടെ മുകളിൽ ഹബീബായ തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും നൽകി. അങ്ങനെ 3-ാമത്തെ ദിവസം അബ്ദുല്ലാഹിൽ ഖുറൈദ് ഞാൻ പറഞ്ഞില്ലേ, അവര് 2 ഒട്ടകവുമായി വന്നു. ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി അവര് യാത്ര തിരിച്ചു. ഒട്ടകം മാത്രമല്ല, അദ്ദേഹമാണ് മദീനയിലേക്കുള്ള വഴി കാണിക്കുന്നത്. അങ്ങനെ കടപ്പുറത്തുകൂടെയാണ് യാത്ര. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഒരു സ്ഥലത്ത് ഒരു ജംഗ്ഷൻ. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ത്വരീഖു ഇലാ മക്ക, ത്വരീഖു ഇലാ മദീന എന്ന ബോർഡ് കണ്ടപ്പോ, മക്ക എന്ന ബോർഡ് കണ്ടപ്പോ റസൂലുള്ളാഹിനോട് അറിയാതെ കരഞ്ഞുപോയി. സങ്കടം കൊണ്ട്. കാരണം സ്വന്തം നാട്ടിൽ നിന്നാണല്ലോ പോകുന്നത്. എങ്ങനെയാ പോകുന്നത്? എല്ലാരും ഉപേക്ഷിച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ട മകൾ, മൂത്ത മകൾ സൈനബും എവിടെയുള്ളത്? മക്കയിൽ ഒരു കാഫിറിന്റെ കീഴിലാണുള്ളത്. സങ്കടം തീർക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിനോട് കണ്ണിൽ നിന്നങ്ങ് വെള്ളം വന്നപ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാതുക ഇലാ മആദി. നമ്മൾ വരുമ്പോ ഓതിയില്ലേ ഈ ആയത്തിറങ്ങിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും കടപ്പുറത്തൂടെ പോകുമ്പോഴാണ് സുറാഖത്ത് വന്ന് കണ്ട ചരിത്രമൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. അങ്ങനെ അവര് പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒരു ഹൈമയിൽ ഉമ്മു മഅബദിന്റെ ഒരു ഹൈമ ഉണ്ട്, ഒരു ടെന്റ്. അവരിങ്ങനെ പാലും വെള്ളമെല്ലാം വെക്കുന്ന ഒരു ചെറിയൊരു കച്ചവടം, ഒരു ഹൈമ. അവിടെ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിയപ്പോ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വാഹനം നിർത്തി. അവിടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, പാലും ഇല്ല, ഒന്നുമില്ല, എല്ലാം വിറ്റ് കഴിഞ്ഞു പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല. അപ്പൊ റസൂൽ പറഞ്ഞു, അവിടെ ഒരു ആടുണ്ടല്ലോ, ഒരു പ്രസവിച്ച മെലിഞ്ഞ് ഒട്ടിയ ഒരാട്. റസൂലുള്ളാഹി പറഞ്ഞു, അന്നേരം പറഞ്ഞു അതിന് പാലൊന്നും ഇല്ലാത്ത ആടാണ്, ഞാനത് കറന്നോട്ടേന്ന് ചോദിച്ചു. അതിന് കുഴപ്പമില്ലാന്ന്. ആ ഈ ആടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ അവിടുന്ന് തടവി. നല്ല പാല് എല്ലാവരും കുടിച്ച് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു പോയി. ആ സമയത്താണ് അവരുടെ ഭർത്താവ് വന്ന് ഈ വിവരം പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞു, ഞാൻ അവരെ കണ്ടാൽ ഞാൻ മേലെ ഒരു കല്ല് കാണുന്നുണ്ടോ, അവിടെ ചെന്ന് കുറച്ചങ്ങോട്ടേക്ക് നടക്കണം. അവിടെയാണ് ആ ഗുഹയുള്ളത്. അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് നേരത്തെ സ്വർഗത്തിൽ നിന്ന് പാനീയമിറക്കിയ കല്ലുമുള്ളത്. ആ കല്ലിൻ്റെ മുകളിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാൽപാദം അവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത്, വെയിലില്ലാത്ത സമയത്ത് നമുക്ക് കയറാൻ പറ്റുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, കയറാം. അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കും. വാഹന സൗകര്യം മുകളിൽ വരെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വാഹനത്തിലും എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് പോവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തായിരുന്നാലും അത് കാണേണ്ട ഒരു സ്ഥലമാണ്, റസൂലുള്ളാഹി ഇരുന്ന ഒരു സ്ഥലമാണല്ലോ. അള്ളാഹു റാഹത്തിലാക്കട്ടെ. എന്നാ പോലെ അസ്സലാമു അലൈക്കും. ഞങ്ങളെ യാത്ര നീ കബൂൽ ചെയ്യണം റഹ്മാനെ. വരാൻ പോകുന്ന ഹജ്ജിന്റെ മുഴുവൻ അമലുകളും നല്ല റാഹത്തായി ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد.